ഞങ്ങൾ ജയിച്ചാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. വിനോദയാത്രയോ ക്ഷേത്ര ദർശനമോ അങ്ങനെ എവിടെ വേണേലും സൗജന്യമായി പോകാം. ഇതായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഗൃഹസന്ദർശന വേളയിൽ സ്ത്രീ വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ്. ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ എത്രയാണ്? UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ ഇനി ടിക്കറ്റ് എടുക്കേണ്ടി വരില്ലല്ലോ. സന്തോഷമായില്ലേ? AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വോട്ടർമാരോട് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. UDFന്റെ 5 ഇന്ദിരാഗ്യാരന്റികളിൽ നമ്പർ 1 ഇതാണെന്നായിരുന്നു KSRTC ബസ്സിൽ കയറി വോട്ട് ചോദിച്ച പാലക്കാട് MLA രമേശ് പിഷാരടിയുടെ അഭിമാനത്തോടെയുള്ള പ്രഖ്യാപനം. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ പതിവ് പോലെ കോൺഗ്രസ് നേതൃത്വം വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നാക്കം പോയി. പ്രിയദർശിനി എന്ന പേരിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച KSRTCയിലെ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രം പരിമിതപ്പെടുത്തി സ്ത്രീകളെ കബളിപ്പിച്ചിരിക്കുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടം മാത്രമാണിതെന്നും KSRTCയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് മാത്രമേ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂവെന്നും പറഞ്ഞ മുഖ്യമന്ത്രി തടിതപ്പി. വടക്കൻ കേരളത്തിൽ ഓർഡിനറി ബസ്സുകൾ കുറവായതുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കില്ലല്ലോ എന്ന അഴകുഴമ്പൻ ചോദ്യമല്ലാതെ മുൻ വാഗ്ദാനം ഇങ്ങനെയല്ലല്ലോ എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനോ സർക്കാർ പിന്നാക്കം പോയി എന്ന് വാർത്ത കൊടുക്കാനോ പോലും കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പ്രിവിലേജ് അനുവദിച്ചതുമില്ല. ഇതേ പ്രിവിലേജ് ആശാപ്രവർത്തകരുടെ ഓണറേറിയത്തിലും മാധ്യമങ്ങൾ പാലിച്ചതാണ്. അധികാരത്തിൽ വന്നാൽ 21,000 എന്ന ആശമാരുടെ ആവശ്യം നടപ്പാക്കുമെന്ന VD സതീശന്റെ വാഗ്ദാനം കസേരയിലെത്തിയപ്പോൾ കേവലം 3,000 രൂപയുടെ വർധനയായി. കബളിപ്പിക്കപ്പെട്ട ആശമാരും മാധ്യമങ്ങളും പക്ഷേ അതും ആഘോഷിക്കുകയായിരുന്നു. വെറും 500 രൂപയായിരുന്ന ഓണറേറിയം LDF ഭരണകാലത്ത് ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ചാണ് 9,000 രൂപയാക്കിയത് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ചാണ് UDF മാധ്യമങ്ങളും ആഘോഷിച്ചത്. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും ഗുണമില്ലാത്ത രീതിയിലാണ് UDF സർക്കാരിന്റെ KSRTCയിലെ സൗജന്യ യാത്ര എന്ന് തുറന്നു പറയാനും ഇപ്പോൾ സ്തുതിപാഠക മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ 16,545 റൂട്ടുകളിൽ 4,609 എണ്ണം മാത്രമാണ് KSRTCയുടേത്. അതിൽ 3-1 സൂപ്പർ ഫാസ്റ്റും സൂപ്പർ ക്ലാസുകളുമാണ്. ആകെ 1000-ൽ താഴെ ഓർഡിനറി ബസ്സുകളാണ് നിരത്തിലുള്ളത്. ഇതിൽ സിറ്റി ഫാസ്റ്റ്, അന്തർജില്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നിവ മാറ്റിയാൽ ബസ്സുകളുടെ എണ്ണം പിന്നെയും ചുരുങ്ങും. ഇതിലെ 3-1 സർവീസും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. വടക്കൻ ജില്ലകളിൽ ആകെയുള്ളത് 200-ൽ താഴെ ഓർഡിനറി ബസ്സുകൾ മാത്രമാണ്. 2025 മാർച്ചിലെ കണക്കനുസരിച്ച് തിരുവനന്തപുരത്ത് 920 ബസ്സുകൾ 1,186 സർവീസുകൾ നടത്തുമ്പോൾ കാസർഗോട്ട് 151 ബസ്സുകൾ 136 സർവീസുകളും മലപ്പുറത്ത് 154 ബസ്സുകൾ 130 സർവീസുകളുമാണ് നടത്തുന്നത്. അതായത് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം സ്ത്രീ യാത്രക്കാർക്കും യാതൊരു പ്രയോജനവും ചെയ്യാത്തതാണ് സർക്കാരിന്റെ യാത്രാ സൗജന്യം. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എടുത്താൽ പൊങ്ങാത്ത വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുക എന്ന കോൺഗ്രസിന്റെ പതിവ് രീതി തന്നെയാണ് VD സതീശൻ സർക്കാരും പിന്തുടരുന്നത് എന്ന് അർത്ഥം. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് നൽകിയ ഉറപ്പുകൾ നടപ്പാക്കാത്തത് കോൺഗ്രസിന്റെ വഞ്ചനാപരമായ രാഷ്ട്രീയത്തിന്റെ തെളിവായിരുന്നു. വാഗ്ദാനം നൽകി അധികാരം പിടിക്കുക, തുടർന്ന് ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് BJPയുടേതെന്ന പോലെ കോൺഗ്രസിന്റെയും ശൈലിയാണ്. എവിടെയെല്ലാം ഭരണത്തിലെത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം വഞ്ചനാപരമായ നിലപാടുകളിലൂടെ ജനവിശ്വാസം തകർക്കുന്നതുകൊണ്ടാണ് ആ പഴുതിലൂടെ BJP നുഴഞ്ഞുകയറുന്നത്. തെലങ്കാനയിൽ സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്ത 2,500 രൂപ പ്രതിമാസ അലവൻസ്, 18 വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾക്ക് സ്കൂട്ടറുകൾ, ഭിന്നശേഷിക്കാർക്ക് 54,000 രൂപ, തൊഴിലില്ലായ്മ വേതനം, 2 ലക്ഷം തൊഴിൽ, ഓട്ടോ ഡ്രൈവർമാർക്ക് 24,000 രൂപ എന്നിവയുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷമായ BRS ഇടയ്ക്കിടെ പ്രക്ഷോഭം നടത്തുന്നു. യുവാക്കൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞും കർഷകർക്ക് ബോണസ് നൽകാമെന്നും പറഞ്ഞ് അവിടുത്തെ കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിച്ചു. അതേ കബളിപ്പിക്കൽ തന്ത്രമാണ് VD സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാർ ഇവിടെയും പയറ്റുന്നത്. വഞ്ചിക്കപ്പെട്ട ജനത ഇതിനെതിരെ രംഗത്തിറങ്ങുമെന്ന് വില കുറഞ്ഞ ഗിമ്മിക്കുകളിലൂടെ കയ്യടി നേടാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയും കൂട്ടരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.